വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഒരിക്കൽ ആരാധനാ സമയത്ത് പാപപരിഹാരത്തിനായി ഒരു പ്രത്യേക സഹനം വഹിച്ചുകൊണ്ട് എന്നെ തന്നെ ഒരു നേർച്ചയായി ഞാൻ സമർപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടു. അത് ലോകത്തിൻ്റെ പൊതുവായ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രത്യേകമായി ഈ മഠത്തിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്ക് വേണ്ടി കൂടിയായിരുന്നു. ഞാൻ ഉടനെ പറഞ്ഞു, നല്ല കാര്യം, ഞാൻ തയ്യാർ. എന്താണ് സഹിക്കേണ്ടതെന്ന് ഈശോ വെളിപ്പെടുത്തി തന്നു. മുഴുവൻ പീഡാസഹനങ്ങളും ഒരു നിമിഷത്തിനുള്ളിൽ എൻ്റെ കൺമുന്നിലേക്ക് കടന്നു വന്നു. ഒന്നാമതായി, എൻ്റെ നിയോഗങ്ങൾ അംഗീകരിക്കപ്പെടുകയില്ല. എല്ലാ തരത്തിലുള്ള സംശയങ്ങളും അവിശ്വാസവും പലതരത്തിലുള്ള എളിമപ്പെടുത്തലുകളും എതിർപ്പുകളും ഉണ്ടാകും. ഞാൻ ഇവിടെ എല്ലാം എടുത്തു പറയുന്നില്ല. ഏതു നിമിഷവും വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കൊടുങ്കാറ്റ് പോലെ അതെല്ലാം എൻ്റെ മുൻപിൽ വന്ന് എൻ്റെ അനുവാദത്തിനായി കാത്തുനിന്നു. ഒരു നിമിഷം ഞാൻ ഭയപ്പെട്ടു പോയി. പെട്ടെന്ന് ഉച്ചഭക്ഷണത്തിനുള്ള മണി മുഴങ്ങി. വിറയലോടെ ഒരു തീരുമാനവും എടുക്കാതെ ഞാൻ ചാപ്പലിൻ്റെ പുറത്തു വന്നു. എന്നാൽ എൻ്റെ മുൻപിൽ ആ ബലി അപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അത് സ്വീകരിക്കാനോ നിരസിക്കാനോ തീരുമാനമെടുത്തിരുന്നില്ല. ഞാൻ അവിടുത്തെ തിരുഹിതത്തിന് എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ആഗ്രഹിച്ചു. കർത്താവീശോ അതെന്നിൽ പ്രാവർത്തികമാക്കുന്നെങ്കിൽ ഞാൻ തയ്യാറായിരുന്നു. എന്നാൽ ഞാൻ തന്നെ സ്വതന്ത്രമായി സമ്മതം തരണമെന്നും പൂർണ്ണ മനസ്സോടെ അത് സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ അതിനൊരർത്ഥവുമില്ലെന്നും ഈശോ വെളിപ്പെടുത്തി. ദൈവസന്നിധിയിൽ ഞാൻ എടുക്കുന്ന സ്വതന്ത്രമായ തീരുമാനത്തിലാണ് അതിൻ്റെ മുഴുവൻ ശക്തിയും അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതേസമയം തീരുമാനം പൂർണ്ണമായും എൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാണിരിക്കുന്നതെന്ന് ഈശോ മനസ്സിലാക്കി തന്നു. എനിക്കിത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഞാൻ ഉടൻ മറുപടി പറഞ്ഞു, ഈശോയെ, അങ്ങെനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ നന്മയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈ പ്രവൃത്തി വഴി ദൈവം വളരെ മഹത്വപ്പെട്ടെന്ന് ഞാൻ ആ സമയം അറിഞ്ഞു. എന്നാൽ ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. ചാപ്പൽ വിട്ട് പുറത്തു വന്നപ്പോൾ യാഥാർത്ഥ്യവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. അതിൻ്റെ വിവരണത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹിക്കാൻ സാധിക്കുന്നത്ര സഹനങ്ങൾ ലഭിച്ചു. അല്പം കൂടി സഹിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല.